ശ്രീ പ്രവീണിലേക്ക്. പ്രവീൺ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന പണിമുടക്കിന്റെ ഭാഗമായി. പക്ഷേ ലോക്ക്ഡൌണിന്റെയൊക്കെ വലിയ ദുരിതത്തിൽ നിന്ന് നമ്മൾ കരകയറി വരുന്നതേ ഉള്ളൂ. സമ്പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? അത് ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മളുടെ ഈ പണിമുടക്കിൻ്റെ ഡിമാൻഡ് എന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണുന്നത് നമ്മളുടെ രാജ്യത്തെ തൊഴിലാളികളും അല്ലെങ്കിൽ അധ്വാനിക്കുന്നവരും കൃഷിക്കാരും ഉൾപ്പെടെയുള്ളവർ വളരെ ജീവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോക്ക്ഡൗണും അതിനൊരു കാരണമാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഈ കൊറോണ അല്ലെങ്കിൽ കോവിഡ് സിറ്റുവേഷൻ വന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ല എങ്കിൽ തന്നെയും അതിന് നമ്മൾ നേരിട്ട നടപടിക്രമങ്ങൾ അതിനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി കോർപ്പറേറ്റുകൾക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളെ വേണ്ട രീതിയിൽ കരുതിയില്ല എന്നുള്ളതാണ് അവിടെ അത് സ്വാഭാവികമായും ന്യായവാദങ്ങളാണ്. അത് ശരിയുമാണ്. തൊഴിലാളി സംഘടനകൾ ആ വിഷയം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു അടച്ചുപൂട്ടലിൽ നിന്ന് മോചിക്കപ്പെട്ട നമ്മൾ വീണ്ടും ഒരു അടച്ചുപൂട്ടലിലേക്ക് പോവുകയാണോ ഇതിനുള്ള പോംവഴി? സമരമാർഗമൊക്കെ മാറ്റേണ്ട കാലമായില്ലേ? അത് തീർച്ചയായും ആ ചോദ്യം വരുമ്പോഴത്തേക്ക് അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് ഭരണകൂടം ഈ അടച്ചുപൂട്ടലിനെ മറയാക്കി രാജ്യത്തിൻ്റെ സ്വത്ത് കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ വിറ്റഴിക്കുവാനുള്ള ലെവലിലേക്ക്, അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രഹസ്യ അജണ്ടകൾ നടപ്പാക്കുവാനുള്ള ഒരു താപ്പായി ഈ ലോക്ക്ഡൗണുകളെ കണക്കാക്കുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ കോവിഡ് വരുമ്പോൾ അതിനെ കണക്കാക്കുന്നതാണ് നിലവിൽ വരുന്ന പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഭാരം അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരാണ്. സാധാരണക്കാരൻ ജീവിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഉയർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയനുകൾ, ഇപ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ അവകാശങ്ങളെപ്പറ്റി ന്യായമായ വാദം ഉന്നയിക്കേണ്ടത് ട്രേഡ് യൂണിയനുകളാണ്. ഈ ട്രേഡ് യൂണിയനുകളുമായി ഫലപ്രദമായ ഒരു ചർച്ചയ്ക്ക് ഗവൺമെൻറ് തയ്യാറാകുന്നുണ്ടോ? ഈ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന 24 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും ആ പണിമുടക്കിൽ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകളെ പറ്റി എത്ര ഫലപ്രദമായ ചർച്ചകൾ ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഒരു പണിമുടക്ക് നോട്ടീസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാസ്റ്റ് വെപ്പൺ എന്നാണ് നമ്മൾ പറയുന്നത് ഈ പണിമുടക്കിനെ. ആ പണിമുടക്ക് നോട്ടീസ് കൊടുത്തു കഴിയുമ്പോൾ അതിനൊരുപാട് പ്രൊസീജിയർ ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുന്നതല്ല 24 മണിക്കൂർ പണിമുടക്ക്. ശരി, അത്തരത്തിൽ മുൻകരുതലോട് കൂടിയാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് അങ്ങ് വാദിക്കുന്നു. സ്വാഭാവികമാണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ശ്രീ വി കെ സനോജ്, സമരത്തിന്റെയൊക്കെ രൂപം മാറേണ്ട കാലമായില്ലേ? നമ്മളിപ്പോൾ നേരത്തെ ഉള്ള തരത്തിലല്ലല്ലോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കമാണ് നമ്മുടെ രാഷ്ട്രീയമൊക്കെ പൊതുജനങ്ങളോട് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പഴയ ചിത്രമെല്ലാം മാറി. കാരണം കോവിഡിന്റെ ഒരു വല്ലാത്ത സാഹചര്യമാണ്. ഈ അടച്ചുപൂട്ടലല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ലേ? വീണ്ടും ഒരു അടച്ചുപൂട്ടലിന്റെ സ്വഭാവത്തിലേക്ക് പോകേണ്ട ഒരു സമരം പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? ശ്രീ വി കെ സനോജ്, കേൾക്കാമോ? ശരി, യുവമോർച്ച നേതാവ് ശ്രീ വിഷ്ണു ഉണ്ട്. വിഷ്ണു, ഈ BJPയുമായി ആശയപരമായി യോജിച്ചു പോകുന്ന BMS ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് എങ്കിലും ഈ സമരത്തിന്റെ ഭാഗമാകുന്നില്ല. പക്ഷേ ഈ സമരത്തിന്റെ ഭാഗമാകുന്ന സംഘടനകൾ പറയുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ടല്ലോ. കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നു. പല ആവശ്യങ്ങളും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ട് പരിഹരിക്കപ്പെടുന്നില്ല. തൊഴിലാളി അവകാശങ്ങൾ കവർന്നെടുക്കുന്ന തരത്തിൽ സർക്കാർ പെരുമാറുന്നു. ഇങ്ങനെ ഒരു സമരമല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് സമരത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഈ സമരം ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ലോക്ക്ഡൗൺ കാലത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് നമ്മുടെ നാടും വ്യക്തികളും ഈ നിമിഷം വരെ മോചിതരായിട്ടില്ല. എല്ലാവരുടെയും വരുമാനങ്ങളെല്ലാം ഇടിഞ്ഞുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് നിന്ന് കരകയറുന്ന ഈ സമയത്ത് ഈ സമരപ്രഖ്യാപനമല്ല, ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ് ഈ രാജ്യത്തിനെതിരെയുള്ള. ഇതിനെതിരെ ഈ നാട്ടിലെ ജനം ഒറ്റക്കെട്ടായി ചേർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സർവ്വ മേഖലകളിലും ഉത്തേജന പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഖജനാവിൻ്റെ വലിയൊരു സാമ്പത്തികം ഇതിനുവേണ്ടി നീട്ടിവെക്കപ്പെടുമ്പോൾ അതിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ ഓരോ പൗരനും തങ്ങളുടെ ജീവിതത്തിൻ്റെ കൂട്ടിമുട്ടിക്കെട്ടാൻ അധ്വാനിക്കുമ്പോൾ ഈ രാജ്യത്തിനെതിരെ ഇത്ര വലിയൊരു ഭീകരമായ ഒരു ആയുധം പ്രയോഗിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കും മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ ഇത് ജനങ്ങളുടെ യുദ്ധപ്രഖ്യാപനം എന്ന് പറയുമ്പോൾ തിരിച്ചൊരു വാദമുണ്ടല്ലോ. കർഷകരോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് മോദി സർക്കാർ, സാധാരണക്കാരോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് മോദി സർക്കാർ.
കാർഷിക നിയമങ്ങൾ വരുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തുണ്ടാകുന്നു, തിരുത്താൻ തയ്യാറാകുന്നില്ല കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ഈ എല്ലാ FCI ഗോഡൌണുകളിൽ അരി കെട്ടിക്കിടന്ന് നശിക്കുന്നു, മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ കെട്ടിക്കിടന്ന് നശിക്കുന്നു. അവയൊക്കെ എന്തേ സൗജന്യമായി സാധാരണക്കാരന് കൊടുക്കുന്നില്ല? ഈ സമരത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് അതാണ്. ഈ ഇൻകം ടാക്സ് അടയ്ക്കാത്തവരുടെ പട്ടികയിൽപ്പെട്ട എല്ലാവർക്കും 10 കിലോ ധാന്യങ്ങൾ നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ, അത്ര പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. കേന്ദ്രം ഇടപെടാത്തതുകൊണ്ടല്ലേ ഇത്തരം ഒരു സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്? ശ്രീ വിഷ്ണു, കേന്ദ്രം കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ പോലും രാജ്യത്ത് ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പിന്നെ കാർഷിക ബില്ലിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക ബിൽ വളരെ വ്യക്തമായി പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞിട്ടുണ്ട്, കർഷക ബിൽ കർഷകർക്ക് വേണ്ടിയാണ്, അല്ലാതെ ഈ രാജ്യത്തെ കുത്തകളിൽ നിന്ന് മാത്രം ഭക്ഷ്യവസ്തുക്കൾ സംരക്ഷിക്കുന്നവർക്കെതിരെ ഈ രാജ്യത്തെ സാധാരണക്കാരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് കർഷക ബില്ല് വന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം കർഷക ബില്ല് വളരെ രീതിയിൽ ശക്തമായി ചർച്ച ചെയ്തല്ലോ. പക്ഷേ ഈ രാജ്യത്തെ കർഷകർ നിന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമാണ്. അതുകൊണ്ട് ബില്ല് കർഷക വിരുദ്ധമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യായവാദങ്ങൾ ഉന്നയിക്കുന്നതെല്ലാം തന്നെ ഈ രാജ്യത്ത് ഇടതുപക്ഷ കക്ഷികൾക്കും അവരുടെ പിറകെ പോകുന്ന, അല്ലെങ്കിൽ ആര് വിളിച്ചാലും കൂടെ പോകുന്ന പാർട്ടിയായി കോൺഗ്രസ് പാർട്ടിയും മാറി. അപ്പോൾ അവർക്ക് ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരാഭാസം എന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ ഈ സമയത്ത് പൊതുപണിമുടക്കിനെ കരുതാൻ പറ്റൂ. ശ്രീ VK സനോജ്, ഇതൊരു സമരാഭാസമാണോ, പണിമുടക്കാണോ പോംവഴി? ആ പ്രസക്തമാകുന്ന ചോദ്യത്തിന് താങ്കളുടെ നിരീക്ഷണം എന്താണ്? കാരണം സമരങ്ങളുടെയൊക്കെ രൂപം മാറേണ്ട കാലമായി എന്ന് പല കോണിൽ നിന്ന് അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. DYFIയുടെ ഒരു നിലപാട് എന്താണ്? അടച്ചുപൂട്ടി തന്നെ നമ്മൾ സമരം ചെയ്യണോ? എത്ര പ്രസക്തമായ വിഷയമാണ് എങ്കിലും. യഥാർത്ഥത്തിൽ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നരേന്ദ്രമോദിയും സംഘപരിവാരവുമാണ് ഈ രാജ്യത്തെ ജനങ്ങളോട്. അങ്ങേയറ്റം അപകടകരമായ നിലയിലേക്കാണ് രാജ്യത്തിന്റെ പോക്ക്. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ മുഴുവനായി കേട്ടിരുന്നില്ല. ദേശീയ പണിമുടക്ക് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഐതിഹാസികമായിട്ടുള്ള സമരമായി മാറാൻ വേണ്ടി പോവുകയാണ്. കാരണം ഈ രാജ്യത്ത് കോവിഡ് മഹാമാരിക്ക് ശേഷം ഇവർ പ്രഖ്യാപിച്ച ആശ്വാസകരമായിട്ടുള്ള പാക്കേജുകൾ എന്ന് ഇവർ കുട്ടിഘോഷിച്ച് നടത്തിയിട്ടുള്ള ചില പാക്കേജുകളുണ്ട്. അതിൻ്റെ എല്ലാം കണക്കുകൾ നോക്കുമ്പോഴാണ് 20 ലക്ഷം കോടിയാണ് പാക്കേജിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ 2 ലക്ഷം കോടി മാത്രമാണ് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. ബാക്കി എല്ലാ തുകയും ബാങ്ക് വായ്പ വഴി കിട്ടുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ബാങ്ക് വായ്പ കൃത്യമായ തിരിച്ചടവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമേ ബാങ്ക് കൊടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പാക്കേജും കോവിഡ് മഹാമാരിയുടെ കാലത്ത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മൾ കണ്ടതാണ്, ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ പോലെ ആളുകൾ അലയുന്ന ചിത്രം. ഏതാണ്ട് 15 കോടിയിൽ പരം വരുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പോയി അധിവസിച്ച് അവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾക്ക് സുരക്ഷിതമായി അവരുടെ വീടുകളിൽ തിരിച്ചെത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അതിനകത്തൊക്കെ തികഞ്ഞ പരാജയമായിരുന്നു. ശരി, ഈ ന്യായവാദങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഉയർത്തിക്കാണിക്കുമ്പോഴും ഒരു അടച്ചുപൂട്ടലാണോ നമ്മൾ സമരമാർഗമായി വീണ്ടും വീണ്ടും സ്വീകരിക്കേണ്ടത്? ഇന്നിപ്പോൾ കേരളത്തിൽ ഇതാ ഇനി 3.5 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ. 12 മണിക്ക് ഈ പണിമുടക്ക് തുടങ്ങുകയാണ്. ഓട്ടോ ടാക്സി ഡ്രൈവർമാരടക്കം ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട്. പൊതുഗതാഗത സർവീസുകളെല്ലാം നിശ്ചലമാകുമെന്ന കാര്യം ഉറപ്പാണ്. നിങ്ങളിതിനെ കേവലം അടച്ചുപൂട്ടലായിട്ട് വിശേഷിപ്പിച്ച് ഈ സമരത്തിന്റെ മുദ്രാവാക്യത്തെ വഴിതിരിച്ചു വിടാൻ, മുദ്രാവാക്യത്തെ ആളുകൾക്കിടയിൽ യാഥാർത്ഥ്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ ആവശ്യമായ നീക്കം നടത്തരുത്. രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രം എന്താണ്? ഞങ്ങൾ ഈ സമരത്തിൽ കൂടി ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനം തിരുത്തണമെന്നാണ്. എന്താണ് തൊഴിലാളി വിരുദ്ധമായ സമീപനം രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിച്ചത്? നിങ്ങൾ നോക്കണം. ഈ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിലെ തൊഴിൽ നിയമങ്ങൾ മുഴുവൻ മാറ്റിയിട്ട് 4 ലേബർ കോഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ലേബർ കോഡിന്റെ ഭാഗമായിട്ട് എന്താ തൊഴിലാളി കിട്ടാൻ വേണ്ടി പോകുന്ന ആനുകൂല്യം? തൊഴിലാളിക്ക് പണിമുടക്കാനുള്ള അവകാശം, സംഘടിതമായിട്ട് വിലപേശാനുള്ള അവകാശം, ഭരണഘടന നൽകിയിട്ടുള്ള അവകാശം, അതെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. മിനിമം കൂലി എന്ന സംവിധാനം ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണ്. മിനിമം കൂലി രാജ്യത്തെ തൊഴിലാളി വർഗം പൊരുതി നേടിയിട്ടുള്ള നേട്ടമാണ്. രാജ്യത്തെ സുപ്രീം കോടതി ഉൾപ്പെടെ ശരിവെച്ച കാര്യമാണ്. അതെല്ലാം ഇവിടെ അട്ടിമറിക്കപ്പെടുന്ന സമയത്ത് അതിനെതിരായിട്ട് രാജ്യത്തിലെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി സമരവുമായി മുന്നോട്ട് വരുമ്പോൾ കേവലം അടച്ചുപൂട്ടലിന്റെ ഭാഗമായിട്ട് വലിയ നഷ്ടമുണ്ടാവുന്നു എന്നെല്ലാമുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥത്തിൽ തൊഴിലാളികളോടുള്ള വഞ്ചനയാണ് അത്തരം പ്രചാരകർ നടത്തുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പൊ യുവമോർച്ചയുടെ ആള് നേരത്തെ സംസാരിച്ചല്ലോ.
യഥാർത്ഥത്തിൽ BMS പ്രത്യക്ഷത്തിൽ ഈ സമരത്തിൽ ഇല്ല എന്നേ ഉള്ളൂ. BMS-ൽ അണിനിരന്നിട്ടുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ സമരത്തിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല, ഒരു സംശയവുമില്ല. BMS-ന്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ള ആളുകൾ ഇപ്പൊ രാജ്യത്ത് നേരത്തെ നടന്നിട്ടുള്ള കൽക്കരി ഖനികളിലെ സമരത്തിൽ ഉത്തർപ്രദേശിൽ, അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള വൈദ്യുതി മേഖലയിലെ സമരത്തിൽ അവിടങ്ങളെല്ലാം BMS-ന്റെ തൊഴിലാളികൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. നാളത്തെ പണിമുടക്കിലും രാജ്യത്തെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിഞ്ഞുകൊണ്ട് BMS-ന്റെ സംഘടനയിൽ അണിനിരത്ത തൊഴിലാളികൾ ഉൾപ്പെടെ പങ്കെടുക്കും എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ശ്രീ വിഷ്ണു, ഈ സമരം അനിവാര്യമായി വരുന്ന കാര്യങ്ങളാണ് ശ്രീ സനോജ് വിശദീകരിക്കുന്നത്. അതിനെ ഒരു ചെറിയ ചോദ്യം കൊണ്ട് ചുരുക്കി കാണേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയാണ്.